ഈ ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കാം. ഇന്ന് ഇത് സംഭവിക്കും. ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ സമാപനം ഇന്ന്. അടുത്ത 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 850 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. കേരളത്തിൽ ഇന്നും ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ കൂടുതൽ വെയിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഇന്നും നാളെയും കുടിവെള്ള വിതരണം മുടങ്ങും. പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാൻ ശ്രമം. നന്ദാവനം, ബേക്കറി, ഊട്ടുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ആയുർവേദ കോളേജ് തുടങ്ങിയ മേഖലകളിൽ ജലവിതരണം തടസ്സപ്പെടും. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 13ാം ദിവസത്തിലേക്ക്. സമരക്കാർക്ക് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് സമരവേദിയിലെത്തും. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ചർച്ച കരട് കാർഷിക വിപണന നയത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുമായി. രാജസ്ഥാൻ BJP സംസ്ഥാന പ്രസിഡന്റായി മദൻ റാത്തോഡിനെ ഇന്ന് പ്രഖ്യാപിക്കും. രാജ്യസഭാംഗമായ റാത്തോഡ് മാത്രമാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം ഇന്ന് കോട്ടയത്തെത്തിക്കും. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലേക്കും തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ കോട്ടയത്തെത്തിച്ച് പൊതുദർശനവും തുടങ്ങും. സംസ്കാരം നാളെ ഉച്ചയ്ക്ക്. ഇറാൻ നാവികസേന ഇന്ന് സൈനികാഭ്യാസം നടത്തും. ഒമാൻ ഉൾക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് സൈനികാഭ്യാസം. ഹമാസ് ഇന്ന് 6 ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കും. മോചിപ്പിക്കുന്നവരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. പകരം 602 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പാലസ്തീൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ IIT കോട്ടയത്തിന്റെ 6ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങ് വൈകിട്ട് 4:30-ക്ക് IIT കോട്ടയം ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ അധ്യക്ഷത വഹിക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO M ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുന്നത്. കൊച്ചി ലൂർദ് ആശുപത്രിയിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ ഇന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളാണ് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. കാക്കനാട് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും. വിദേശത്തുള്ള സഹോദരി നാട്ടിലെത്തി. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. കളി ജയിച്ച് പ്ലേ ഓഫ് പ്രതീക്ഷ അണയാതെ നോക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്.